അമ്മേ, എനിക്കൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കി തരുമോ? ട്രെൻഡിങ് ഉണ്ടാക്കി തരാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി പൊളിച്ചെടുക്കാം. ഇത്രയും ഉള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി പൊളിക്കട്ടെ. കുറച്ച് ഉള്ളി വേണം എന്നാണ് പറഞ്ഞതമ്മ. ഇത്ര ഉള്ളി മതിയോ അമ്മ? പോരാ, അത് മതി. ഇത്ര ഉള്ളി മതി. ഇത്ര ഉള്ളി മതി. ഇനി നമുക്ക് ചമ്മന്തി കൂടെ മുറിച്ചുണ്ട്. അത് വേണ്ട. ഈ കുറച്ച് ഉള്ളി നമുക്ക് ചമ്മന്തിക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയാണ്. എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു ചമ്മന്തിക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചു. കുറച്ച് ഉള്ളി ഒളിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ അമ്മയാണ്. പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് 2-3 വെളുത്തുള്ളിയും കൂടെ വേണം. കഴിയുമ്പോൾ അമ്മ എന്ത് ചെയ്യണം പറഞ്ഞു തരും. ഉള്ളിയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത് ഉള്ളി അരയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ മീൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് പാൻ ചൂടായതിനു ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ കുക്ക് ഈസിൻ്റെ കോക്കനട്ട് ഓയിലാണ്. നല്ല യഥാർത്ഥ കോക്കനട്ട് ഓയിലാണ്. മായങ്ങളൊന്നും ഇല്ലാത്ത ഈ എണ്ണയാണ് ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ എല്ലാ സ്ഥലത്തിനും യൂസ് ചെയ്യുന്ന എണ്ണയാണ് ഈ കുക്കീസിൻ്റെ ഫ്രഷ് കോക്കനട്ട് ഓയിൽ. എല്ലാവരും ഇത് യൂസ് ചെയ്യാൻ നോക്കുക. ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും അതിൻ്റെ പേസ്റ്റ് നമുക്ക് ഈ ചട്ടിയിലോട്ട് നമുക്ക് തട്ടാം. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമുക്കിത് സൈഡിലോട്ട് ഒതുക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് പൊടിയൊക്കെ ചേർക്കാം. മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ഇട്ടു. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടുക. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് പൊടി ഇച്ചിരി കൂടുതലായി ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നോട്ടരുത്, എരിവ് കാണും. പിന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടി വേണം. നമ്മുടെ പൊടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ലോ ഫ്ലെയിമിൽ വേണം, അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും. അതൊന്ന് ചേർത്ത് ഇങ്ങനെ ആക്കുക. ആ ജാറിൽ തന്നെ അതാകുമ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അരച്ച ജാറിൽ തന്നെ നമ്മൾ കുറച്ച് പുളിയും കൂടെ കഴുകി ആ പുളിവെള്ളവും കൊണ്ട് നമ്മുടെ ഈ ഒരു മസാല കൂട്ടിൻ്റെ അകത്ത് ഒഴിക്കുക.
നന്നായിട്ട് ഈ പുളിവെള്ളവുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. നമ്മളിതിൽ ഒരു സാധനം ചേർക്കാൻ മറന്നുപോയി. എന്താണ്? ഉപ്പ്. എല്ലാ കറിക്കും നമുക്ക് അത്യാവശ്യമെല്ലാം വേണ്ട സാധനമാണ് ഉപ്പ്. നമുക്കപ്പം ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെയൊക്കെ എത്ര ആണോ അളവ് വേണ്ടത് അതനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് ഇത്ര ഉപ്പൊക്കെ മതി. ഒരു അരപ്പ് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന എന്തരപ്പ്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ഫിഷൊന്നും അല്ല നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇന്ന് മോളുടെ പെട്ടെന്നൊരാഗ്രഹം പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ചെറിയ മത്തിയാണ്. ഈ മത്തി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ കറിവേപ്പിലയും കൂടെ ഇടണം കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് കറിവേപ്പില. ഇവിടെ കറിവേപ്പില ഇല്ലാത്ത ഒരു കറിയും ഞങ്ങൾ വെക്കാറില്ല. കാരണം കറിവേപ്പില ധാരാളമായിട്ട് നമ്മുടെ വീട്ടിലുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് കറിവേപ്പില നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫിഷ് മസാലയ്ക്ക് ഇടാം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കറിവേപ്പില മസ്റ്റാണ്. അപ്പോൾ കറിവേപ്പില എടുക്കുക. നമ്മുടെ ഫിഷ് നമുക്ക് ആ കറിവേപ്പിലയുടെ മുകളിലോട്ട് നമുക്ക് എടുത്തിടാം. ഓക്കെ, ഇപ്പം നമ്മളിത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഇരുന്ന് വേവട്ടെ. നമുക്ക് ഒരു പാത്രം കൊണ്ട് അടച്ചു വയ്ക്കാം. ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്. കുറച്ചു നേരം അടച്ചിരിക്കും. ഇനി നമുക്ക് മറിച്ചിട്ട് നോക്കാം. മസാലയൊക്കെ എല്ലാവരും വലിയ മീൻ യൂസ് ചെയ്ത് ഇതേ റെസിപ്പി വെച്ചിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. നമ്മൾ ചെറിയ മീനായിട്ട് വളരെ സൂക്ഷിക്കണം. മീനൊക്കെ ഉടഞ്ഞ് പോവും. അതുകൊണ്ട് വലിയ മീനാണ് ബെറ്റർ. നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നത് ചെറിയ മത്തിയായിരുന്നു, അതുകൊണ്ട് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അടച്ചു വെക്കാം. നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒരു അരിപ്പയ്ക്കകത്ത് നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞാണ്, മിക്സിയിലൊന്നും അരച്ചതല്ല. കൈ കൊണ്ട് പിഴിഞ്ഞ് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ച് നല്ലതുപോലെ ചുറ്റിക്കുക. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് ഇളക്കി സെറ്റ് ആക്കുക. എല്ലായിടത്തും കൂടെ തേങ്ങാപ്പാൽ എത്തുന്ന രീതിയിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഫിഷ് ഫ്രൈയുടെ ഒരു ഫൈനൽ ലുക്ക്. ഇത് നല്ല ചോറുമായിട്ട് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി. ഒരു പാത്രം ചോറ് കഴിക്കാം. നമുക്ക് ഈ ഒരു ഫിഷ് മാത്രം മതി. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ബൈ.